നമസ്കാരം. സണ്ണി കപ്പിക്കാട് ശബരിമല അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയും ചേർത്ത് പറഞ്ഞ അസഭ്യം, അശ്ലീലം ഇതെല്ലാം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. നിരവധി കേസുകൾ സണ്ണി കപ്പിക്കാടിനെതിരെ ഫയൽ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അത്തരത്തിൽ കേസ് ഫയൽ ചെയ്തതിൽ പ്രധാനികളിൽ ഒരാൾ ഡോക്ടർ മഹേന്ദ്രകുമാർ PS എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ പരിചയമില്ലാത്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്നവർ ചുരുക്കമായിരിക്കും. കാരണം ക്രിയാത്മകമായിട്ട് സാമൂഹ്യ വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടുന്നതിനും അപ്പുറം നിയമയുദ്ധങ്ങൾ, വലിയ നിയമയുദ്ധങ്ങൾ സ്വന്തം ധനവും സമയവും ചിലവഴിച്ച് നടത്തുന്നൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അതിന് വലിയ പരസ്യങ്ങളൊന്നും അദ്ദേഹം നൽകാറില്ല. നിശബ്ദമായിട്ട് എല്ലാം ഗുരുവായൂരപ്പൻ പറഞ്ഞ് അനുഗ്രഹിച്ച് തരുന്നതാണ്, അല്ലെങ്കിൽ ചുമതലപ്പെടുത്തിയതാണ്, അല്ലെങ്കിൽ ശബരിമല ശ്രീ ധർമ്മശാസ്താവ് ചുമതലപ്പെടുത്തിയതാണ് എന്നുള്ള മട്ടിൽ ചില കേസുകളിൽ അദ്ദേഹം കാലഘടന നീണ്ടുപോകുമ്പോഴും, അല്ലെങ്കിൽ വിധി വരുന്നത് നീണ്ടുപോകുമ്പോഴും, അല്ലെങ്കിൽ ചെറിയ തിരിച്ചടികൾ നേരിടുമ്പോഴും അതെല്ലാം സൗമ്യനായി ചിരിച്ച് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഉൾക്കൊണ്ട് അയ്യപ്പൻ്റെ നിശ്ചയം, അല്ലെങ്കിൽ ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ്റെ നിശ്ചയം എന്നുള്ള രീതിയിൽ പോവുകയും, എന്നാൽ ഹിന്ദു സമൂഹത്തിന് വേണ്ടിയിട്ട് വലിയ വിജയങ്ങൾ, അതിപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഓഡിറ്റ് ചെയ്യുന്ന കേസിലായാലും, ശബരിമലയിലെ ഭക്ഷ്യസുരക്ഷാ സംബന്ധിയായിട്ടുള്ള കേസുകളിലായാലും നിരവധി വ്യവഹാരങ്ങൾ അദ്ദേഹം ക്ഷേത്ര സംബന്ധിയായി കോടതികളിൽ നടത്തുന്നുണ്ട്, ഹൈക്കോടതിയിൽ പ്രത്യേകിച്ചും. അപ്പോൾ അദ്ദേഹത്തെ പ്രേക്ഷകർ കൂടുതൽ അറിയണം. തന്നെയുമല്ല, ഈ സണ്ണി കപ്പിക്കാട് വിഷയത്തിൽ അദ്ദേഹം DGPക്ക് നേരിട്ട് പരാതി നൽകിയ ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹം നമ്മളോട് ഫോണിലൂടെ പ്രതികരിക്കുകയാണ്. ഡോക്ടർ മഹേന്ദ്രകുമാർ PS പോകാം. ശരിക്കും പ്രതികരണമില്ലാത്തൊരു വർഗമാണ് ഹിന്ദുക്കൾ എന്നൊരു ധാരണ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉതകുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ഒരു 6-7 കൊല്ലമായിട്ട് കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും സംഘടനകൾ എന്നുള്ള ഹിന്ദു സംഘടനകളാവട്ടെ, അല്ലെങ്കിൽ സ്വാഭിമാനികളായിട്ടുള്ള ഹിന്ദുക്കളാവട്ടെ, പല രീതിയിൽ പ്രതികരിച്ച് കാണാറുണ്ട്. അപ്പോൾ ഒരു മുൻപൊക്കെ ആയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സംഘർഷങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതികരണങ്ങളായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടുതലായി ഉണ്ടാകുമായിരുന്നില്ല. പിന്നീട് സ്വതവേ കാലഘട്ടവും സംസ്കാരത്തിന്റെ രീതിയും ഒക്കെ മാറിയതനുസരിച്ചിട്ട് ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അവഗണിച്ചു വിടുന്ന ഒരു ശൈലിയാണ് പൊതുവെ ഹിന്ദു സമൂഹം സ്വീകരിച്ചത്. അപ്പോൾ ഒരുപക്ഷെ ആ ഒരു മാറിയ അവസ്ഥയെ, അല്ലെങ്കിൽ മാറിയ സ്വഭാവത്തിനെ മുതലെടുക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പലപ്പോഴും ഹൈന്ദവ മാനബിന്ദുക്കൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കാണുമ്പോൾ തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇപ്പൊ പൊതുവെ ഞാൻ കുറച്ച് വ്യവഹാരങ്ങൾ നടത്തുന്ന ഒരു ശീലം ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു കേസ് കൊടുത്തു. ഞാൻ മാത്രമല്ല, എന്റെ അറിവിൽ തന്നെ 6-7 പേര് DGPക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ മുന്നോട്ടുള്ള നടപടികൾ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന താങ്കൾക്ക് നിയമത്തിന്റെ പക്ഷത്ത് നിന്ന് കിട്ടിയോ? ഇപ്പൊ ഉദാഹരണത്തിന് TG മോഹൻദാസ് സാറിനെ അറസ്റ്റ് ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് അതിന്റെ മുന്നോടിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടാൽ അദ്ദേഹം അത്തരത്തിൽ എന്താണ് പ്രതികരിച്ചത് എന്നും എന്താണ് പരാതി ഉന്നയിച്ചവരുടെ അത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. ആ ഒരു വിഷയത്തെ മുഴുവൻ മാധ്യമങ്ങളും ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. എന്തിനാണ്? അത് TGക്കെതിരെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിൽ അവരത് ചെയ്തു. അതേസമയം അതിന്റെ 100 ഇരട്ടി വ്യാപ്തിയുള്ള ഗൗരവമായിട്ടുള്ള ഇത്തരത്തിലൊരു പ്രതികരണം സണ്ണി നടത്തുമ്പോൾ അതിനെതിരെ എത്ര മാധ്യമങ്ങളാണ് വാർത്ത കൊടുത്തത് എന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും DGPക്ക് ഉൾപ്പെടെ പരാതി കൊടുക്കുകയും ചെയ്തത് പുറത്തായതിനു ശേഷമാണ് ചില മുഖ്യധാര മാധ്യമങ്ങൾ 1-2 വാർത്ത അതിൽ കൊടുക്കാൻ തയ്യാറായത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ വിഷയം, ഈ വാർത്തയെ സപ്രസ് ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളതുപോലെ തോന്നുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് ഇപ്പൊ ഏകപക്ഷീയമായിട്ട് ആണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കണ്ട അതേ അനുഭവം തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ശരിക്കും നിയമപരമായി ഇതില് ഞാൻ എപ്പോഴും നിയമത്തെ ബഹുമാനിച്ച് എല്ലാ കാര്യങ്ങളും കോടതി മുഖേന നേടിയെടുക്കണം, അല്ലെങ്കിൽ കോടതിയുടെ അറിവോടുകൂടിയും സമ്മതത്തോടുകൂടിയും അനുവാദത്തോടുകൂടിയും എല്ലാം നിയമപരമായി ചെയ്യപ്പെടണം എന്ന വാദമുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള ആളാണ് ഞാനെങ്കിലും ഈ വിഷയത്തിൽ ഇപ്പോ പോലീസ് ആയാലും ഇത്തരം കാര്യങ്ങളിലൊക്കെയുള്ള അവരുടെ നിലപാടുകളും ആക്ഷനും കാണുമ്പോൾ വലിയ മെച്ചമൊന്നും ഈ ജാൻമണിക്ക് ഉണ്ടായതുപോലെ ഒരു സ്റ്റേഷൻ ജാമ്യമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നടപടി ആണ് ഇതിൽ പരമാവധി പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്തേക്ക് എന്തൊക്കെ സംഭവിച്ചാലും ഇവരാരും പ്രതികരിക്കും എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. യഥാർത്ഥത്തിൽ പ്രതികരണം വേണ്ടത്
നിയമത്തിന്റെ അല്ലെങ്കിൽ കോടതിയോ പോലീസോ അല്ല, ശരിക്കും ദേവസ്വം ബോർഡാണ് ഇതിൽ ശക്തമായി പ്രതികരിക്കേണ്ടത്. കേവലം ഒരു ഹിന്ദുവോ അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകളോ അല്ല. കാരണം ഇപ്പൊ 2 വർഷത്തിന് മുമ്പ് ഞാൻ ഒരു വിവരാവകാശം നിന്ന് കിട്ടിയ മറുപടി അനുസരിച്ച് 2024 കണക്ക് പ്രകാരം 691 കോടി രൂപയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു വർഷം കിട്ടുന്ന വരുമാനം. അപ്പൊ അതിൽ എത്രയൊക്കെ ചെലവെന്ന് പറഞ്ഞു, അതിൽ ഏകദേശം 30-40% എന്തായാലും ശബരിമലയുടെ സംഭാവന ആവാനാണ് സാധ്യത. എന്നായിരുന്നാൽ തന്നെയും ഇത്രയും അധികം എന്താണ് ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു വെള്ളാനയെ സംരക്ഷിച്ചു നിർത്തുന്ന ശബരിമല അയ്യപ്പനെതിരെ, ആ സ്വാമിക്കെതിരെ ഇങ്ങനെ ഒരു ഇത്രയും അപഹാസ്യമായ, അനേകം പേര് ശാസ്താവിനെ അപഹസിച്ച് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും മോശമായിട്ട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മൾ വിവിധ വാർത്തകളൊക്കെ പരിശോധിക്കുമ്പോൾ 20 കൊല്ലത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രമാത്രം അപഹസിക്കുന്ന ഒരു പ്രസ്താവന മറ്റാരും നടത്തിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടായി, അതിൽ ഹൈന്ദവ ജനത പ്രതികരിച്ച് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടും ദേവസ്വം ബോർഡോ ദേവസ്വം മന്ത്രിയോ ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും നടത്തിയതായി ഈ നിമിഷം വരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ ശരിക്കും പരാതി കൊടുക്കേണ്ടത് ശരിക്കും ദേവസ്വം ബോർഡാണ്. കാരണം ദേവസ്വം ബോർഡിന്റെ നിലനിൽപ്പിന് തന്നെ ആധാരമാണ് ശബരിമല അയ്യപ്പസ്വാമി. ആ അയ്യപ്പസ്വാമിക്കെതിരെ ഉണ്ടായ ഈ അപകീർത്തികരമായ വിഷയത്തിന് പ്രതികരിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഒരു ഹിന്ദുവോ ഹൈന്ദവ ജനതയോ അല്ല, സാക്ഷാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെയാണ് പ്രതികരിക്കേണ്ടത്. എന്നിട്ടും അവർ അനങ്ങില്ല. അതാണ് അവരുടെ രാഷ്ട്രീയ നിലപാട്. ഈ സണ്ണിയെയാണ് എനിക്ക് തോന്നുന്നു വൈക്കം മണ്ഡലത്തിൽ അവിടെ ആണെന്ന് തോന്നുന്നു UDF സ്ഥാനാർത്ഥിയാക്കാൻ ആലോചിച്ചിരുന്നു. പിന്നെ അതിനകത്തൊരു ജാതി വിഷയത്തിലൊരു മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊരു ചർച്ചയുടെ പുറത്താണ് പിന്നെ അവർ സ്ഥാനാർത്ഥിത്വം മാറ്റിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ UDF നിന്നും ഈ വിഷയത്തിൽ എന്ത് നീതി പ്രതീക്ഷിക്കാനാണ്? തീർച്ചയായിട്ടും ഡോക്ടർ, താങ്കൾ ഇപ്പോൾ പറഞ്ഞു പ്രതികരിക്കേണ്ടത് തീർച്ചയായിട്ടും ദേവസ്വം ബോർഡ് തന്നെയാണ്. അവരുടെ പ്രാഥമിക ഉത്തരവാദിത്വമാണിത്. കാരണം അവരെ നിലനിർത്തുന്ന ഒരു ശക്തിയെയാണ് അപഹസിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അസഭ്യം പറഞ്ഞിരിക്കുന്നതെന്ന് തന്നെ പറയാം. മറുവശത്ത് താങ്കൾ പറഞ്ഞതുപോലെ ഈ ജാൻമണിക്കൊക്കെ ലഭിച്ചതുപോലെ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന എന്തെങ്കിലും വകുപ്പ് ചുമത്തി ഒരു കേസെടുക്കാനുള്ള നിയമത്തിന്റെ ഒരു സാധ്യത പറയുമ്പോൾ ഹിന്ദു സമൂഹം ഇതിൻ്റെ അകത്ത് പ്രതികരിക്കുന്നുണ്ട്. പലപ്പോഴും പറയുന്നുണ്ട് ഇതുപോലെ കേസ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ഈ ഒരു സമൂഹം എന്നുള്ള നിലയിൽ, ഒരു സമുദായം എന്നുള്ള നിലയിൽ ഹിന്ദു സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വരേണ്ടതുണ്ടോ? ഇതിനൊരു മാറ്റം വരുവാൻ, ഈ സ്റ്റേഷൻ ജാമ്യത്തിനൊരു മാറ്റം വരുവാൻ താങ്കളുടെ അഭിപ്രായത്തിൽ? അങ്ങനെ ഒരു എന്താ പറയണ്ട ഗൗരവമായ നിലയിലേക്ക് ഒരു സംഘാടകൻ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിലെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പറയാൻ പാടുള്ളതല്ല. എങ്കിലും പറയുകയാണ്, ശരിക്കും നമ്മളൊക്കെ എത്ര പരിശ്രമിച്ചാലും ഈ ഒരു ഹിന്ദുവിനെ ഒരു പരിധിക്ക് അപ്പുറം സംഘടിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്ര പ്രായോഗികമാണെന്ന് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും വ്യക്തിപരമായി വിശ്വസിക്കാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് സ്വാർത്ഥതയുടെ പിന്നാലെയാണ് എല്ലാവരും പായുന്നത്. അപ്പൊ അത് ഇത്തരം വിഷയങ്ങളിലും സ്വാധീനിക്കാറുണ്ട്. ആരെങ്കിലും 1-2 പേര്, ഇപ്പൊ ഒരു ഹിന്ദുവിനൊരു പ്രശ്നം ഉണ്ടായാൽ അത് RSSO BJPയുടെയോ മാത്രം ഹെഡേക്ക് ആണ് എന്നൊരു ധാരണയിലേക്ക് ഭൂരിപക്ഷം ആൾക്കാരും പോകുന്നുണ്ട്. ഇപ്പോ എന്നാൽ മറ്റു എല്ലാ ഹിന്ദുക്കളും ഈ വിഷയത്തിൽ പ്രതികരിക്കട്ടെ എന്ന് പറഞ്ഞൊന്ന് മാറി നിന്നാലോ, എന്തേ നിങ്ങൾ പ്രതികരിച്ചില്ല എന്ന് സംഘടനാ കാര്യകർത്താക്കളോട് ചോദ്യം വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യം മാറുകയാണ്. അപ്പം ശരിക്കും എന്താണ് ഓരോ സംഘടനകളുടെയും അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും ധർമ്മം എന്നതിനെ പറ്റി പോലും ധാരണയില്ല. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഈ ശബരിമല അയ്യപ്പസ്വാമിയെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ ഏതെങ്കിലും ഹിന്ദു സംഘടന പ്രതികരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു പൊതുവിടത്തിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ പ്രതികരിക്കുന്നുണ്ടോ എന്ന് കാത്തിരിക്കേണ്ട ഒരാവശ്യമില്ല. വൃശ്ചിക മാസത്തിൽ മലയ്ക്ക് മാലയിട്ട് പോകുന്ന ഏതൊരു അയ്യപ്പന്റെയും ധർമ്മമാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുക എന്നുള്ളത്. കാരണം ഒരുവന്റെ ഒരു വ്യക്തിയുടെ ഉപാസനാമൂർത്തി അല്ലെങ്കിൽ ഇഷ്ടദേവതയെ അപമാനിക്കപ്പെടുന്ന ഒരു വിഷയത്തിൽ പ്രതികരിക്കുക എന്നുള്ളതിന് അതിന് വേറെ നോക്കി നിൽക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും അതിനാരുടെയും അനുമതിയോ ഞാൻ ഇതിന് അധികാരിയാണോ എന്ന് ചിന്തിക്കേണ്ട യാതൊരു കാര്യമില്ല. അത് ശബരിമലയിൽ ഒരു തവണയെങ്കിലും ദർശനം ചെയ്യുന്ന, അപ്പൊ വർഷം തോറും ദർശനം ചെയ്യുന്ന ലക്ഷക്കണക്കിന് പേരുണ്ട്. അവരെല്ലാവരും പ്രതികരിക്കണമെന്നാണ് പറയുന്നത്. അല്ലാതെ ആരെങ്കിലും ഒരാളൊരു കേസ് കൊടുത്തു എന്ന കാരണം കൊണ്ട്, ഇപ്പൊ പന്തളം കൊട്ടാരവുമായി ബന്ധപ്പെട്ട നിർവ്വഹണ സമിതി അവർ എന്തോ ഒരു പരാതി കൊടുത്തതായിട്ട് ഫേസ്ബുക്കിൽ വാർത്ത കണ്ടിരുന്നു. അപ്പോ അങ്ങനെ ഔദ്യോഗികമായിട്ടാവട്ടെ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ടവർ തന്നെ പ്രതികരിച്ചേ മതിയാവും എന്നല്ല. സകലർക്കും ശബരിമലയിൽ ദർശനം ചെയ്യുന്ന സകലർക്കും ഇതിൽ പ്രതികരിക്കാനും വ്യവഹാരം നടത്താനും എന്ത് ചെയ്യാനുമുള്ള
അധികാരമുണ്ട്. കാരണം അയ്യപ്പൻ എന്ന് പറയുന്നത് പന്തളം കൊട്ടാരത്തിന്റെ ആ പരമ്പരയിൽപ്പെട്ട ജനിച്ച ഒരാള് എന്നുള്ളത് കൊണ്ട് പന്തളത്തിന് അധികാരമുണ്ട്. എങ്കിൽ പോലും അയ്യപ്പൻ നമ്മുടെ എല്ലാം ഹൃദയപത്മത്തിൽ വസിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് അയ്യപ്പന് ഒരു അപമാനം നേരിട്ടാൽ സ്വാഭാവികമായും കേരളത്തിലുള്ള എല്ലാ ഹിന്ദുക്കളും പ്രതികരിക്കാൻ ബാധ്യസ്ഥരാണ്. അത്തരത്തിലുള്ള പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാവണം. മേലിൽ ആരും തന്നെയും ഇത്തരത്തിൽ ഇപ്പം ഒരു ഹിന്ദുവിനെയോ ഹിന്ദു ധർമ്മത്തിനെയോ എങ്ങനെ വേണോ നിങ്ങൾക്ക് അപഹസിക്കാം. പക്ഷെ ഒരിക്കലും ശബരിമല അയ്യപ്പസ്വാമിയുടെ പ്രത്യേകിച്ച് ഈ പരാമർശം നിങ്ങൾ ശ്രദ്ധിക്കൂ, ബലാത്സംഗ വീരൻ, യാതൊരു വിഷയമാണ് ഒരാളിന്മേൽ ആരോപിക്കാൻ പാടില്ലാത്തത്, അത് തന്നെ ആരോപിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പൊ അത് ഒരിക്കലും ഒരിക്കലും നിറഞ്ഞ കണ്ണോടുകൂടി അല്ലാതെ, ഹൃദയവേദനയോടെ അല്ലാതെ ആ പ്രസ്താവനയെ നോക്കിക്കാണാൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് കേവലം ഒന്നോ രണ്ടോ വ്യക്തികൾ പ്രതികരിച്ചു അല്ലെങ്കിൽ സംഘടന പ്രതികരിച്ചു എന്നുള്ളതല്ല, ഒരു സംഘടനയും കാത്തു നിൽക്കേണ്ട കാര്യമല്ല. ഇത് ശബരിമലയിൽ ദർശനം ചെയ്തിട്ടുള്ള എല്ലാ വർഷവും പോകുന്ന ഗുരുസ്വാമിമാരുൾപ്പെടെ എല്ലാ അയ്യപ്പ വിശ്വാസികളും ഇതിൽ ശക്തമായി പ്രതികരിക്കണം. അത് ധർമ്മമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും. ഡോക്ടർ, അവസാനമായിട്ടൊരു ചോദ്യം കൂടി. നമ്മുടെ ഈ ഹിന്ദുക്കളെ സംഘടിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം പറഞ്ഞു, വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു. മറുവശത്ത് ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും, മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ, ക്രിസ്ത്യാനികൾ ഇപ്പോൾ കുറച്ച് പിന്നിൽ, സംഘടിതമായിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് ആയിട്ടാണ് രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ അവരെ തന്നെ അവതരിപ്പിക്കുന്നത്. അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് ഹിന്ദു വളരേണ്ടതിന്റെ ഒരു ആവശ്യകത എന്താണ്? ഞാൻ ഉദ്ദേശിക്കുന്നത് ഹിന്ദു സംഘടിതമായിട്ട് BJPയെ വോട്ട് ചെയ്ത് നാളെ ഭരണം കൊടുക്കണമെന്നുള്ളതല്ല. പക്ഷെ ഹിന്ദുക്കളുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും നമ്മുടെ പൈതൃകവും സംരക്ഷിക്കാനായി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നുള്ള ഒരു സന്ദേശം രാഷ്ട്രീയക്കാർക്ക്, അത് BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, LDF ആയിക്കോട്ടെ, ഈ 3 രാഷ്ട്രീയ പാർട്ടികളിൽ ആർക്കും നൽകുവാനെന്ന രീതിയിൽ സംഘടിക്കേണ്ടത് ഒരു ആവശ്യകതയെക്കുറിച്ച് താങ്കളുടെ ഒരു അഭിപ്രായം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. തീർച്ചയായും പ്രധാന വിഷയം ഒരു ധാർമ്മികമായ, അല്ലെങ്കിൽ ധാർമ്മിക എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ മതപരമായിട്ടുള്ള കാര്യമാണ്. മതപരമായിട്ടുള്ള ഒരു പഠനത്തിന്റെ ഒരു കുട്ടിക്കാലം മുതൽക്ക് തന്നെ എന്താണ് ഹിന്ദു ധർമ്മമെന്നോ, എന്താണ് ഭാരതമെന്നോ, എന്താണ് നമ്മുടെ സംസ്കാരമെന്നോ, എന്താണ് ഇതിന്റെ മൂല്യങ്ങളെന്നോ ഉള്ള ഒരു വിദ്യാഭ്യാസം ഹിന്ദുക്കൾക്ക് കുഞ്ഞുനാൾ മുതലേ കിട്ടുന്നതായി കാണുന്നില്ല. അപ്പം ബാലഗോകുലം പോലുള്ള അല്ലെങ്കിൽ ചില ക്ഷേത്രങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള മതപാഠശാലകളിൽ പോകുന്ന കുട്ടികളുടെ എണ്ണം എടുത്താൽ ഒരു 3-4% പരമാവധി ഉള്ളത്. അപ്പൊ ബാക്കിയുള്ളവരെല്ലാം തന്നെ ഇത്തരത്തിലൊരു എന്താണ് നമ്മുടെ മതത്തിന്റെ സ്വഭാവമെന്നോ അല്ലെങ്കിൽ സംസ്കാരമെന്നോ ഒരു ധാരണയില്ലാതെ വളരുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചോളം ഇപ്പോ അവരുടെ മുന്നിൽ അയ്യപ്പന് നേരിട്ട അവഹേളനം എന്നതൊന്നും അവർക്ക് വിഷയമല്ല. അവർ കേവലം ഇൻസ്റ്റാഗ്രാമിൽ നോക്കുന്നു, അല്ലെങ്കിൽ ഇപ്പൊ കൊച്ചു കുഞ്ഞുങ്ങളായാൽ തന്നെ യൂട്യൂബ് കാണിച്ചാണ് ചോറ് കൊടുക്കുന്നത് എന്നുള്ള അവസ്ഥയിലേക്ക് അവര് ഒതുങ്ങിപ്പോവുകയാണ്. അപ്പൊ അവർക്ക് എന്താണ് ചുറ്റിനും നടക്കുന്നത് എന്നുള്ളത് ധാരണയില്ല ഒന്നും. അപ്പൊ മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം ഇല്ലായ്മയാണ് ശരിക്കും എന്റെ അഭിപ്രായത്തിൽ ഹിന്ദുവിനെ സംഘടിപ്പിക്കുന്നതിനുള്ള യഥാർത്ഥ വെല്ലുവിളി. കാരണം ഈ എന്താ പറയാറുള്ള ഈ കതിരിന്മേൽ വളം വെക്കുക അങ്ങനെയൊക്കെ പറയില്ലേ, അതേമാതിരി ഒരു പരിധിക്കപ്പുറത്തേക്ക് വളർന്നു കഴിഞ്ഞതിന് ശേഷം ചുറ്റുപാടും ഹിന്ദുക്കൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന് ബോധ്യപ്പെട്ടിട്ട് റിട്ടയർമെന്റ് പ്രായം കഴിഞ്ഞിട്ട് ഹിന്ദു സംഘടനാ പ്രവർത്തനത്തിനോട്ട് ഇറങ്ങിയിട്ടൊന്നും വലിയ കാര്യമില്ല. തീർച്ചയായിട്ടും. കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ ഒരു തലമുറയെ വളർത്തി അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും ഒരു സംഘടിത വോട്ട് ബാങ്ക് ആകുന്നത്. അല്ലാതെ കേവലം ഒരു 5 വർഷം കൂടുന്ന ഇലക്ഷൻ സമയമാകുമ്പോഴേക്കും ഹിന്ദുത്വം വിളിച്ചു പറഞ്ഞു അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സംഘടിത ഹിന്ദുവായി ഒരു പരിവർത്തനം ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നില്ല. കുട്ടിക്കാലത്ത് തന്നെ ഈ മറ്റു മതങ്ങളെ സംബന്ധിച്ചോളം അവർക്കുള്ള സെമിറ്റിക് മതങ്ങളുടെ പ്രത്യേകത, അവര് കുഞ്ഞുനാളിലെ തന്നെ എന്താണ് അവരുടെ ധർമ്മം എന്ന് അവരെ പറഞ്ഞു പഠിപ്പിക്കുകയും എത്ര ഉയർന്ന നിലയിലേക്ക് എത്ര പ്രായം കൂടിയായാലും സാമ്പത്തിക സ്ഥിതി കൂടിയായാലും എങ്ങനെ ഏത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലായാൽ പോലും അവർക്ക് ആ ബോധമുണ്ട്. പക്ഷെ ആ ബോധം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ശരിക്കും നിലവിൽ ഹിന്ദുക്കൾ വളരെ വളരെ പിന്നിലാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത് തന്നെയാണ് ഈ സംഘടിത ഒരു വിഭാഗമായി മാറുന്നതിനുള്ള തടസ്സമായിട്ട് കരുതുന്നത്. പക്ഷെ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ 100% ഉറപ്പാണ് ആരും ഹിന്ദുവിന്റെ ജൈത്രയാത്രയ്ക്ക് തടസ്സമായി മുമ്പിൽ ഉണ്ടാവില്ല. എല്ലാവരും ഹിന്ദുവിന്റെ പിന്നിൽ അണിനിരക്കും എന്ന് തന്നെയാണ്. അത് പല കാലഘട്ടങ്ങളിൽ അതിന്റെ ചെറിയ എന്താ പറയുന്ന ഒരു ലക്ഷണങ്ങൾ പല ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ സ്വാമി സത്യാനന്ദ സരസ്വതി സ്വാമിജി ഉൾപ്പെടെയുള്ളവരുടെ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോരുത്തരായിട്ട് അത് നമുക്ക് ഒരു ചെറിയൊരു ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും ഒന്നും ഹിന്ദു പാഠം ഉൾക്കൊണ്ടു എന്ന് വിശ്വസിക്കുന്നുമില്ല. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി,
നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.